തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോട് ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ സർവ്വസുധാംനാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ നന്മകൾക്കാർ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തൻ്റെ ജനത്തെ കർത്താവ് ഈ പ്രോഗ്രാമിൽ കൂടെ നയിക്കത്തക്കോണം അങ്ങൊരുക്കുന്നവൻ കൃപാൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവ് വരുമ്പോഴില്ലാതെ കർത്താവെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കർത്താവെ അങ്ങയുടെ വചനം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ തിന്മകൾ കർത്താവെ ഇത് കേൾക്കുന്നവരും ഒക്കെ കാണുന്നവരുടെ ഒക്കെ ജീവിതത്തിൽ കർത്താവെ അങ്ങയുടെ വചനം കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കത്തക്കൊണ്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കർത്താവെ അടിയനെയും കർത്താവ് വചനം കേൾക്കുന്ന മക്കളെയും കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ ബലപ്പെടുത്തുകയും അവിടുന്ന് കർത്താവെ എവിടെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കി നികത്തിക്കൊണ്ട് കർത്താവെ വചനത്തിൽ ബലപ്പെടുത്തുന്നവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജനമങ്ങയുടെ വചനം അങ്ങേ അടിയൻ അങ്ങയുടെ അന്തപനേന അടിയനെ കർത്താവെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവെ വചനം ഏറ്റവും ലളിതമായി തൻ്റെ ജനത്തിൽ എത്തിക്കുന്നതോടൊപ്പം കർത്താവെ ഇതിൻ്റെ വചനത്തിൽ ഉറപ്പിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിയൻ്റെ ശബ്ദത്തോടും വാക്കോടും വചസ്സോടും കണ്ടത്തോടും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവ് തെറ്റുകുറ്റങ്ങളില്ലാതെ അതിമനോഹരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ അവിടുന്ന് സഹായിക്കാൻ വഴി നടത്തുകയും ചെയ്യണത് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാത്ര മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ അനേക കാര്യങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട്, അതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഉപഭോക്താവരായി ജീവിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഇന്ന് നാം നോക്കുമ്പോൾ പ്രത്യേകിച്ചും ആധുനിക സമൂഹ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ പണ്ടത്തേനേക്കാട്ടി കൂടുതൽ ഉപഭോക്താക്കാരാണ് കൂടുതൽ, പ്രവർത്തകർ കുറവായി മാറിയിരിക്കുന്നു. ഉപഭോക്താരെന്ന് പറയുമ്പോൾ അത് ഏത് തലത്തിലായാലും ജീവിതത്തിൻ്റെ ഏത് തലത്തിൽ നാം നോക്കിയാലും പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ അവസ്ഥയെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പണ്ട് ഓരോ ഭവനത്തിലും അവരവരുടെ സ്വന്തമായ വയൽ പ്രദേശവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവർ വേണ്ടിയ കാര്യങ്ങൾ അവിടെ കൃഷി ചെയ്ത് ഒരുക്കുകയും അതനുസരിച്ച് അതിനെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അവരുടെ ഭവനത്തിനും മറ്റുള്ളവർക്കൊക്കെ അത് പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം ഉള്ളൊരു പ്രവർത്തക മേഖലകളായിരുന്നു. അതായത് അന്നത്തെ സമ്പത്ത് സാഹചര്യങ്ങളിൽ നാം എല്ലാം അതിൻ്റെ ഒരു പങ്കുകാരായിരുന്നു. പക്ഷെ ഇന്ന് നാം നോക്കുകയാണെങ്കിൽ ഒരു ഉപഭോക്താവാരായ ഒരു പങ്കുകാരായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും കാണുന്നത്. ഇന്ന് ആത്മീയ മേഖലകളിലും നാം നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി തിരക്കേറിയ ഓട്ടത്തിനുള്ള അനേക ഉപഭോക്താരെയാണ് കാണുന്നത്. ഉപഭോക്താരെന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സ്. അതായത് അനുഗ്രഹം വേണം, പ്രവർത്തനമില്ല. എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ സാഹചര്യങ്ങൾ നിലകൊള്ളുന്നതിനൊപ്പം എൻ്റെ സാഹചര്യങ്ങൾക്ക് വർധനവിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ജീവിത നന്മകൾ വിസ്തരിക്കപ്പെട്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. എൻ്റെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങളും മറ്റ് നന്മകളിലും വർദ്ധിക്കണം. എങ്കിൽ എനിക്ക് ഇതിലൊന്നും ഒരു പങ്കില്ല. അതായത് ഞാൻ ദൈവത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ദേവാലയ ശുശ്രൂഷകളിൽ സംബന്ധിക്കും, കഴിയുമെങ്കിൽ കൺവെൻഷനുകളിൽ പോയി അല്പസമയം ചിലവഴിക്കും. അങ്ങനെ പരസ്യമായി ചെയ്യാവുന്ന ദൈവവേലകൾ എന്ന് ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ ഞാൻ സന്നദ്ധനാണ്. എങ്കിലോ ഇതേ കാര്യങ്ങൾ, അതായത് ഒരു ദേവാലയത്തിൻ്റെ അനേകമായ ആവശ്യങ്ങൾ കാണും. ഒരു കൺവെൻഷൻ പന്തലുകൾ ഒരുക്കുമ്പോൾ അവിടെ അനേകമായ പ്രവർത്തന സാഹചര്യങ്ങൾ കാണും. ഇതിലൊന്നും എനിക്ക് പങ്ക് വഹിക്കുവാൻ ഉള്ള മനസ്സില്ല. കാരണം അതാ അനേകരുണ്ട്, അവർ ചെയ്തുകൊള്ളും. അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ സാമൂഹ്യ നിലയ്ക്കൊത്തവണ്ണം എനിക്ക് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അതായത് സാമൂഹ്യ നിലയാണ് ഇന്ന് പലപ്പോഴും കർത്താവിന് വേണ്ടി ആര് പ്രവർത്തിക്കുവാൻ കഴിയും, ആര് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ലെന്നുള്ള മാനദണ്ഡങ്ങൾ വന്നിരിക്കുന്നത്. എങ്കിലോ
കർത്താവിൻ്റെ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഉപഭോക്താക്കളായി നാം ചിന്തിക്കുമ്പോൾ അവിടെ ഈ മാനദണ്ഡവും ഉണ്ട്. അതായത് ഞാൻ ഈ നിലയിലായിരിക്കുന്നുണ്ട്, ഞാൻ ഇത്രമാത്രം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷകൾക്ക് കൈത്താങ്ങ് നൽകുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കണം. അന്ന് ആ പാവപ്പെട്ടവനായൊരു വ്യക്തി അവിടെ രാപ്പകലില്ലാതെ ദേവാലയ ശുശ്രൂഷകൾ നന്നാക്കുവാൻ വേണ്ടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി യഥാർത്ഥമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പറ്റി നാം അധികം ചിന്തിക്കാറില്ല. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. കർത്താവ് തന്നെ ഈ ഭൂമുഖത്ത് കടന്നു വന്നപ്പോൾ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കർത്താവ് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷ ചെയ്യാനാണ് കടന്നു വന്നെന്ന് പറയുന്നുണ്ട്. നമ്മൾ അനേകരാഗ്രഹിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനാണ്, ചെയ്യുവാനല്ല. മർക്കോസിൻ്റെ സുവിശേഷം 10:45 ഇപ്രകാരമാണ് പറയുന്നത്: എന്തെന്നാൽ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. അവിടെ വ്യക്തമായി പറയുന്നത് സ്വയം ത്യാഗമായി ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു വന്നവനാണ് ദൈവപുത്രൻ. പിതാവുമായിട്ട് ഏകത്വമുള്ളവൻ, സമത്വമുള്ളവൻ, ശരീരം ധരിച്ച് ഭൂമുഖത്ത് കടന്നു വന്നത് ജനങ്ങളുടെ മധ്യത്തിൽ അവരെ വീണ്ടെടുക്കത്തക്കോണം സ്വയം യാഗമായി അർപ്പിക്കപ്പെടുന്ന യാഗത്തിൻ്റെ കുഞ്ഞാടായി മാറുവാൻ വേണ്ടി. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിത ചിന്തകളിൽ നമുക്കെത്രമാത്രം ഇത് പറയുവാൻ കഴിയുന്നുണ്ട്? ഞാൻ ശുശ്രൂഷ ചെയ്യുവാനാണ് ഈ ദേവാലയത്തിൽ കടന്നു വരുന്നത്. നാം ചിന്തിക്കും ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ആ തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള തിരശ്ശീലയ്ക്ക് ഇപ്പുറമുള്ള പല കാര്യങ്ങളുണ്ട്. ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം, ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, ഓരോ ആഴ്ചയിലും അവിടെ കടന്നു വരുമ്പോൾ അത് അതിൻ്റേതായ പൂർണ്ണ വിശുദ്ധിയിലും ശുദ്ധതയിലുമാണോ ആ ദേവാലയം ഇരിക്കുന്നതെന്നൊന്ന് നാം ചിന്തിക്കണം. ഇത് നാം ചില ദേവാലയങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അവിടെ മണ്ണും മറ്റെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. എന്തുകൊണ്ട്? ശുശ്രൂഷ ചെയ്യുവാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട്. നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയായാലും ഏത് ദേവാലയ സ്ഥലത്തായാലും അത് ഏറ്റവും ദൈവനാമ മഹത്വത്തിനായി തീരത്തക്കൊണ്ടുള്ള ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമെങ്കിൽ അവിടെ ഏറ്റവും വിശുദ്ധിയും വെടുപ്പുള്ളതായ സ്ഥലമായി മാറണം. അപ്രകാരം പ്രവർത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? നാം പറയുമ്പോൾ എത്രയോ 100 പേരുണ്ട്. അതുകൊണ്ട് ഓരോ ആഴ്ചകളിൽ ഓരോ കുടുംബങ്ങൾ മാറി മാറി പ്രവർത്തിക്കുവാൻ ഇറങ്ങുകയാണെങ്കിൽ യഥാർത്ഥമായ ദൈവിക സ്നേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ശുശ്രൂഷകളും സഭകളിലും കാണുവാൻ ഇടയാകും. മർക്കോസിൻ്റെ സുവിശേഷം 10:44 വായിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. ഇത് ഇന്നത്തെ ചിന്തയിൽ ഉള്ളൊരു കാര്യമല്ല. ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവരുണ്ട്, പക്ഷേ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ദാസരൂപത്തിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ആ മനോഭാവം പോലും അവരുടെ ജീവിതത്തിൽ കാണുകയില്ല. അല്പ സമ്പത്തോ അല്ലെങ്കിൽ സാമൂഹ്യ നിലയിൽ ഇച്ചിരി വർധനമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുമ്പോൾ മറ്റെല്ലാവരും ഒന്ന് കുനിഞ്ഞ് അവരോട് സംസാരിക്കണമെന്നുള്ള മനസ്സാണുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് ഒന്നാമനാകുന്നവൻ ദാസരൂപത്തിലേക്ക് കടന്നു വരണം. അതാണ് കർത്താവ് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു തന്നത്. മുൻപോട്ട് വായിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 10:42-43 വായിക്കുമ്പോൾ യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞത് ജാതികളുടെ ഭരണാധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും അവരുടെ പ്രമുഖന്മാർ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനും നിങ്ങളുടെ ശുശ്രൂഷകനാകണം.
ലൗകികപരമായ കാര്യങ്ങളാണ് കർത്താവോട് വ്യക്തമായി പറയുന്നത്. അതായത് ലൗകികപരമായി നോക്കുമ്പോൾ മഹാനാകുന്നവൻ ഒരിക്കലും അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ പരിശ്രമിക്കുകയില്ല. നാം ഇന്നത്തെ സാമൂഹ്യ മേഖലകളിൽ നോക്കുകയാണെങ്കിൽ ഒരു മാനേജറൽ പോസ്റ്റ് വന്ന ഉടനെ തലയെടുപ്പൊക്കെ വന്ന് മറ്റുള്ളവരെല്ലാം അവന് ദാസനായി പ്രവർത്തിക്കണമെന്നാണ്. പക്ഷെ എപ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് ഈ ഭൂമുഖത്ത് ഒരു മാനേജറായിട്ടല്ല, ഒരു ലീഡറായിട്ടാവുന്നു. ലീഡറിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ളവരെയും മുൻപോട്ട് നയിക്കത്തക്കോണം അവരും ആ നിലയിലേക്ക് വളരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു യജമാന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അവൻ വളരണമെന്ന്, അവൻ്റെ താഴെയുള്ള അവൻ്റെ നിലയിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കത്തില്ല. കാരണം അവൻ്റെ നിലയിലേക്ക് വളർന്നാൽ അവൻ്റെ സ്ഥാനത്തിന് എന്ത് കോട്ടം ഭവിക്കുമെന്നുള്ളൊരു ചിന്തയാണ്. നേതൃത്വ നിലയിൽ നിൽക്കുന്നവരോ എന്നോടൊപ്പം ഉള്ളവർ ആ തലത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ എനിക്കും അവർക്കും വ്യത്യസ്തമായ നേതൃത്വ തലത്തിലേക്ക് നയിക്കത്തക്കോണം വ്യക്തമാക്കുവാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഔദ്യോഗിക രംഗമായാലും സാമൂഹ്യ മേഖലകളിലായാലും ആത്മീയ മേഖലകളിലായാലും നേതൃത്വത്തിൻ്റെ പാഠങ്ങൾ മറന്ന നേതൃത്വ നിലയിൽ നിൽക്കുന്നവരാണ്. അവരെ യജമാന സ്ഥാനത്ത് നിൽക്കുന്നവരാണ്, അല്ലാതെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവരല്ല. മുമ്പോട്ട് വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 22:27 ഇപ്രകാരമാണ് പറയുന്നത്: ആരാകുന്നു വലിയവൻ? ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകും. ശരിക്കും നാം ഒരു ഭക്ഷണശാലയിൽ കടന്നു പോകുമ്പോൾ ആ പന്തിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വിളമ്പിത്തരുന്നവനാണോ വലുത്, നാം ആണോ വലുതെന്നാണ് കർത്താവിൻ്റെ ചോദ്യം. പക്ഷേ കർത്താവ്, നമ്മൾ ലൗകികമായി ചിന്തിക്കുകയാണെങ്കിൽ നാം ആണ് വലുത്, അതുകൊണ്ടല്ലേ നമുക്ക് വിളമ്പിത്തരുന്നത്. പക്ഷെ കർത്താവിൻ്റെ പ്രവർത്തന മേഖലയിൽ ആ വിളമ്പുന്നവനാണ് വലുത്. നാം ശരിക്കും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നാം അവിടെ കടന്നുപോയി ഇരുന്ന് വിളമ്പാൻ ആരുമില്ലെങ്കിൽ നമുക്കെന്ത് സ്ഥാനം? അപ്പോൾ അപ്രകാരം പ്രവർത്തിക്കത്തക്കവണ്ണമുള്ളൊരു മനസ്സുള്ള ഒരു വ്യക്തി അവിടെ ഉള്ളത് കൊണ്ടാണ് നാം അവിടെ കടന്നു ചെന്നിരിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് വിളമ്പിത്തരുവാനിടയാകുന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ വലുത്? വിളമ്പുന്നവനോ ഇരിക്കുന്നവനോ? ഇല്ല, നാം ഓരോ തലത്തിലും നാം നോക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ അവരുടെ പ്രവർത്തനത്തിനൊത്തവണ്ണമാണ് നാം വിലയിരുത്തുന്നത്. നാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഓരോ വ്യക്തിയെ വ്യത്യസ്തമായ മേഖലകളിൽ ദൈവം വിളിച്ച് പ്രവർത്തന മേഖലയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തന മേഖലയുടെ വിവിധ കണ്ണികളിലുള്ള വ്യക്തികൾ അവരുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി തീർക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ പോലും കഴിയുകയില്ല. ഈ ശൃംഖലകളിലുള്ള ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ കാലചക്രം ഓടുന്നത്. പക്ഷെ നാം ചിന്തിക്കുന്നത്, ഞാൻ ഏതോ വലിയ തലത്തിലായതുകൊണ്ട് എനിക്കിതൊന്നും ബാധിക്കുകയില്ല. ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ഭവനത്തിൽ നിനക്ക് ലഭ്യമാകുന്ന വൈദ്യുതിയുടെ പ്രവർത്തന മേഖലയിലുള്ള വ്യക്തി ഒന്ന് വിശ്രമിച്ചാൽ ചിലപ്പോൾ നിനക്ക് വൈദ്യുതി ഇല്ലാതെ പോകും. പ്രകാരം തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദേവാലയത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ നാം എത്രമാത്രം ഉൾക്കൊള്ളുന്നു, അവരെ സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് എത്രമാത്രം എൻ്റെ ദേവാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്. സ്ഥാനമാനങ്ങളില്ലാതെ പ്രവർത്തിക്കുവാൻ നാം എത്ര പേരാണ് സജ്ജരാകുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 9:4 ഇപ്രകാരമാണ് പറയുന്നത്: എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു.
നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൻ്റെ അറ്റത്തോളം നമ്മുടെ ചുറ്റുപാടുമുള്ളിടത്ത് ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാനാണ്, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനാണ്. ഇന്ന് ഈ സമയത്ത് ഈ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം എന്നെ നിലനിർത്തത്തക്കൊണ്ണം ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ നാം ഒരു നിമിഷം ചിന്തിക്കണം, ദൈവമേ ഈ നിമിഷത്തിൽ എനിക്ക് എന്ത് അങ്ങേക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും? ഈ തന്ന സാവകാശത്തിൽ എങ്ങനെ എന്ത് പ്രവർത്തനം ചെയ്യുവാൻ കഴിയും? ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനവും ചെറുതല്ല. പക്ഷെ അത് ദൈവനാമ മഹത്വത്തിനായുള്ള പ്രവർത്തനമായി മാറണമെന്നേ ഉള്ളൂ. സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം പേരുടെ പെരുമയ്ക്കും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം ദൈവനാമ മഹത്വത്തിനായിട്ട്, ദൈവനാമ മഹത്വത്തിനായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ആലോചനകൾ ചെയ്യുവാൻ ഇടയാക്കുക മാത്രമല്ല, അവിടെ ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും യഥാർത്ഥമായി ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ വിളിച്ചിരിക്കുന്ന ദാസരൂപത്തിൻ്റെ ആത്മാവിലാണ്, അല്ലാതെ യജമാനൻ്റെ ചിന്തകളിലല്ല. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2:6-8 വരെ വായിക്കുമ്പോൾ ആ കർത്താവ് എന്തിന് വന്നെന്നുള്ളതിനെ പറ്റി പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ ദൈവസ്വരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സൃഷ്ടികർത്താവ് സ്വയം സൃഷ്ടിയായി ഈ ഭൂമുഖത്ത് കടന്നു വരുന്നു. സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളവൻ ഒരു സൃഷ്ടിയായി ഭൂമുഖത്ത് കടന്നു വരുന്നു. എന്തിന്? എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ, നമ്മെ യഥാർത്ഥമായ ദൈവ പ്രവർത്തനമെന്തെന്നും ബോധ്യപ്പെടുത്തുവാൻ. കാരണം കർത്താവ് ജനിച്ച കാലയളവിൽ അന്ന് പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ഇങ്ങനെ പലരുണ്ട്. പക്ഷെ അവരെല്ലാം അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവ സമൂഹത്തിലുള്ളവരെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു അവരുടെ പ്രവർത്തനം. കാരണം കാലോചിതമായി അവർ ഓരോ കൽപ്പനകൾക്കും അതിന് ഉപകൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനം, അതായത് അവരുടെ ജീവിത നന്മയ്ക്കായി വേണ്ടിയ ഉപകൽപ്പനങ്ങളാണ് അവരൊരുക്കിയിരുന്നത്. അല്ലാതെ ജനത്തെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാനുള്ള ഉപകൽപ്പനകളല്ലായിരുന്നു. അതിനെ എന്നേക്കുമായി മാറ്റിക്കളയുവാനാണ് കർത്താവ്. എത്ര വ്യക്തമായി ദൈവ സ്വരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ, നാം നേതൃത്വ നിലയിൽ വരുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാനായിരിക്കുന്ന നേതൃത്വ നില ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല, ഞാൻ മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കാർ, അവരല്ലാതെ ആരും ഇവിടേക്ക്, ബന്ധുക്കളെയൊക്കെ കൊണ്ടുവരുന്നവർ കുറവാണ്, കുഞ്ഞുങ്ങളെ പിന്നെയും പ്രോത്സാഹിപ്പിക്കും. അത് യഥാർത്ഥമായ ദൈവ പ്രവർത്തനമാണ്. നേതൃത്വ നിലയിൽ നിൽക്കുമ്പോൾ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അപ്രകാരം അഭ്യസിപ്പിച്ച് നേതൃത്വ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവരെ മാനിക്കുകയും അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥമായ ഒരു നേതൃത്വ നിലയിലുള്ള. കർത്താവിൻ്റെ പ്രവർത്തന മേഖലയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവിനോടൊപ്പം പ്രവർത്തിച്ച അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവരുടെ വീഴ്ചകളും അവരുടെ പ്രയാസങ്ങളിലൊക്കെ കർത്താവ് അവരെ ബലപ്പെടുത്തുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിൻ്റെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി നമ്മെ ഓരോരുത്തരെ വീണ്ടെടുക്കത്തക്കണം ദൈവം ഇടയാക്കി. എബ്രായ ലേഖനം 7:25 ഇപ്രകാരം ഇന്നും അതുതന്നെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു.
അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അത്രമാത്രം വിശുദ്ധിയിലാണോ ജീവിക്കുന്നതെന്ന് നാം ചിന്തിക്കും നാം വിശുദ്ധിയിലാണ്. കാരണം പറയുന്ന 10 കൽപ്പനയിൽ ഏറെക്കുറെ ഒന്നും നാം ചെയ്യാറില്ല. പക്ഷേ യഥാർത്ഥമായി നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ 10 കൽപ്പനയിൽ എല്ലാ കൽപ്പനകളും തെറ്റിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പ്രത്യക്ഷത്തിലല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ നിരൂപണങ്ങളിലും നമ്മുടെ പ്രതികരണങ്ങളിലുമാണ് ഈ കൽപ്പനകളിൽ നാം വീണുപോകുന്നത്. പ്രത്യക്ഷത്തിൽ ഇവയൊന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ എൻ്റെ ചിന്തകളിൽ ഞാൻ വ്യഭിചരിച്ചു പോകും, എൻ്റെ നിരൂപണങ്ങളിൽ ഞാൻ മോഷണം ചെയ്യും, എൻ്റെ പ്രതികരണങ്ങളിൽ ഞാൻ കൊല ചെയ്തിരിക്കും. പക്ഷെ അതൊന്നും നാം ചിന്തിക്കാറില്ല. നാം ചിന്തിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഇതൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ വിശുദ്ധിയിലാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഏത് മേഖലകളിലായാലും, ഏത് സഭയിലായാലും, ഏത് ശുശ്രൂഷയിലായാലും എനിക്ക് അവിടെ കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവർക്കൊരു കൈത്താങ്ങ് നൽകുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ ബലപ്പെടുത്തുവാൻ കഴിയുന്നെങ്കിൽ, നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം ദൈവസഭയിൽ അറ്റുപോയ അല്ലെങ്കിൽ അകന്ന ജീവിതമാണ് നയിക്കുന്നത്. കാരണം കർത്താവ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുക മാത്രമല്ല, അവരുടെ വേദനകളുടെ മധ്യത്തിൽ കടന്നു നിന്ന് അവരെ ബലപ്പെടുത്തുവാൻ കഴിയും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് പറയുമ്പോൾ, യഹോവയെ സേവിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കർത്താവിൻ്റെ മനസ്സ് പ്രാപിച്ച് പ്രവർത്തിക്കുന്നവരായി നാം തീരണമോ. പുതിയ നിയമം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13:34-35 വായിക്കുമ്പോൾ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നു എന്ന് എല്ലാവരും അറിയും. നമ്മെ കാണുമ്പോൾ ഒരുവന് നാം ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം എത്ര പ്രാവശ്യം ദേവാലയത്തിൽ പോയെന്നോ, നാം ഒരു പകൽക്കാലം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നെന്നോ, അല്ലെങ്കിൽ എത്ര ഉപവാസങ്ങളും നോയമ്പുകളും എടുക്കുന്നതൊന്നുമല്ല. നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് ലോകം നമ്മളെ വിലയിരുത്തുന്നതോ. ഇവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവാണ്. നമ്മുടെ പ്രതികരണങ്ങളിലാണ് ലോകം വിലയിരുത്തുന്നത്. ഇവനിൽ യഥാർത്ഥമായി ക്രിസ്തു വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 6:38 ഇപ്രകാരം പറയുന്നത്, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും കിട്ടും. അതായത് ഉപഭോക്താവരായിട്ടല്ല, എങ്കിലോ പ്രവർത്തകരായി തീരണമെന്നാണ് കർത്താവിൻ്റെ ആഹ്വാനം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കൊത്തവണ്ണം എന്തു കൊടുക്കുവാൻ കഴിയും, അപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടിയത് നൽകുവാൻ ഇടയാക്കുന്നത്. ഞാൻ ക്രൈസ്തവ സമൂഹത്തിൽ, ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു സഭയിൽ അംഗമായതുകൊണ്ടോ എൻ്റെ ജീവിതത്തിൽ ആത്മീയമില്ല. എൻ്റെ ജീവിതത്തിലെ ആത്മീയം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളും പ്രതികരണങ്ങളുമാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ അനുയായികളായി കർത്താവ് പറയുന്നത് അന്യോന്യം സ്നേഹിക്കുവിൻ. ആ സ്നേഹമാണ് നമ്മളെ കർത്താവിൻ്റെ അനുയായികളായി ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നത്. അപ്രകാരം സ്നേഹത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമല്ല, മറ്റുള്ളവരെ വീണ്ടെടുക്കുവാൻ, കോരിയെടുക്കുവാൻ, ബലപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയുക്തമാക്കും. ഏറ്റവും അവസാനമായി യോഹന്നാന്റെ സുവിശേഷം 15:12-13 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹം ആർക്കുമില്ല. സ്വന്തം ജീവിതത്തിൽ നമ്മെ കാണിച്ചു തന്ന പ്രവർത്തനമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി. ദൈവത്തിൻ്റെ ആഹ്വാനം നമ്മുടെ ചുറ്റുമുള്ള അനേകരെ വീണ്ടെടുക്കുകയാണ്.
അന്ധകാരത്തിൽ ജീവിക്കുന്ന, വേദനകളുടെ താഴ്വരയിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നാം ഒരു പ്രകാശമായി ചെന്ന് സ്വാതന്ത്ര്യം നൽകുന്നവരായി, സമാധാനം നൽകുന്നവരായി, കൈത്താങ്ങ് നൽകുന്നവരായി, പ്രവർത്തനമായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ ലോകം പറയും ഇതാണ് ക്രൈസ്തവ സമൂഹമെന്ന്. അപ്രകാരം ദൈവം നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഒരു പ്രാവശ്യം കൂടെ തന്നെ ജനത്തെ നയിക്കത്തക്കണം അങ്ങൊരുക്കിയ വൻ കൃപകൾക്കായ സ്തോത്രം. അങ്ങയുടെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവെ എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ വചനത്തിൽ കൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി അപ്രകാരം ഞങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുമാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസരൂപത്തിൻ്റെ ആത്മാവിൽ അങ്ങയുടെ വേല ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പലപ്പോഴും ഞങ്ങൾ യജമാനനായുള്ള ചിന്തയിലാണ് പ്രവർത്തനമെങ്കിലോ അങ്ങ് ആഗ്രഹിക്കുന്ന ദാസരൂപത്തിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നവരായി തീരുവാനാണ്. അപ്രകാരം മറ്റുള്ളവരെ കരുതുന്നവരായി, വീണ്ടെടുക്കുന്നവരായി, അവരുടെ വേദനകളുടെയും അവരുടെ നെടുവീർപ്പിൻ്റെയും അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ കടന്നു നിന്ന് വിടുവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. എല്ലാത്തിനും ഉപരി കർത്താവെ, നിന്നെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവർക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.